അപ്പോൾ ഇത് റെഡിയാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലോട്ട് ഞാൻ 1.5 ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പശുവും പാലാണ് കേട്ടോ. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ക്യാരറ്റാണ്. 2 മീഡിയം സൈസ് ക്യാരറ്റ് അത് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാൻ തന്നെ ശ്രദ്ധിക്കണം. ഇത് പാലിലോട്ട് ഇട്ട് കൊടുക്കുക, എന്നിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇതാ നന്നായി പാലൊക്കെ ഒന്ന് വറ്റി തുടങ്ങിയിട്ടുള്ള ഒരു സ്റ്റേജ് ആയിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കിതിലേക്ക് ഏലക്കായ പൊടിച്ചത് ഇട്ട് കൊടുക്കുക. ഒരു 3 ഏലക്കായ എടുത്ത് പൊടിച്ചിട്ട് അതിലേക്ക് പഞ്ചസാര കൂടി ചേർത്ത് പൊടിച്ചതാണ് കേട്ടോ അത് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ പാല് നമ്മൾ ഒഴിച്ചതൊക്കെ കുറച്ചൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഈ ടൈമിൽ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പാൽപ്പൊടിയാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 ടീസ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാൽപ്പൊടി ഇല്ലെങ്കിൽ നമുക്കിത് അവോയ്ഡ് ചെയ്യാം കേട്ടോ. ഈ ഒരു സമയത്ത് പാലിലാണ് നമ്മളിത് റെഡിയാക്കിയിട്ടുള്ളതെങ്കിലും നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പാൽപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. പാല് നന്നായി വറ്റി വരുന്നും വേണ്ട, ആ ഒരു സ്റ്റേജിൽ തന്നെ നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് ഒരു പാനിൽ ഞാൻ 2 ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് പഞ്ചസാര കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 4-5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഒരു ഗ്ലാസ്സിൽ ഞാൻ അല്പം പാല് വേറെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് മിക്സാക്കി എടുത്തിട്ടാണ് നമ്മുടെ ഈ പാല് തിളച്ചത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഈ കസ്റ്റാർഡ് പൗഡർ ഒഴിച്ചു കൊടുക്കാം. പാല് നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ കസ്റ്റാർഡ് പൗഡർ കലക്കിയത് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് തിക്കാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതി, ഓവറായിട്ട് തിക്കാക്കിയിട്ട് എടുക്കണ്ട. ഇത് ചൂടാറി കഴിഞ്ഞാൽ ഒന്നും കൂടി തിക്കായിട്ടാവും വരിക. അപ്പോൾ മധുരത്തിൻ്റെ അളവൊക്കെ നമുക്ക് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ. ഇനി വേണ്ടത് നമ്മൾ വേറൊരു പാൻ എടുക്കാം. അതിലേക്കൊരു അല്പം നെയ്യോ ബട്ടറോ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ ബ്രെഡ് ഒന്ന് 4 പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഓരോ ബ്രെഡും നമുക്ക് ആവശ്യത്തിനുള്ള ബ്രെഡ് എടുക്കാം. അപ്പോൾ ഞാനതൊരു ട്രേയിലാണ് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ട്രേയുടെ വലിപ്പത്തിനനുസരിച്ചിട്ട് നമുക്ക് ബ്രെഡ് എടുക്കാം കേട്ടോ. അപ്പോൾ അത് തിരിച്ച് മറിച്ചിട്ടിട്ട് ഒന്ന് ബ്രൗൺ കളർ ആവുന്ന വരെ ഇതേപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള ട്രേയുടെ വലുപ്പത്തിനനുസരിച്ചിട്ടും നമുക്ക് എത്ര പീസ് വേണം നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ എൻ്റേതൊരു ചെറിയൊരു ട്രേ ആണ്, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളതാണ് ഞാനിവിടെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ബ്രെഡ് നിരത്തി കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ക്യാരറ്റിൻ്റെ മിക്സ് ഉണ്ടല്ലോ, പാല് മുഴുവനായിട്ട് വറ്റിച്ചെടുത്തിട്ടില്ല, ആ ഒരു പാല് ഈ ബ്രെഡിൽ നന്നായിട്ടൊന്ന് സോക്കായിട്ട് കിട്ടണം. അതിനാണ് നമ്മൾ പാല് മുഴുവനായിട്ട് വറ്റിച്ചിട്ട് എടുക്കാത്തത്. ഇനി അതിൻ്റെ ലെയറായിട്ട് ആദ്യം ക്യാരറ്റ് വെച്ച് കൊടുക്കുക. ക്യാരറ്റ് നമ്മൾ വേവിച്ചെടുത്തതും അതിന് മുകളിൽ ആ പാലും കൂടി മുഴുവനായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പുഡിങ്ങിന്. അതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതും കൂടി മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 3 ലെയറായിട്ടാണ് ഈ ഒരു പുഡിങ് ഉള്ളത്. ഫസ്റ്റ് ബ്രെഡ്, പിന്നെ അത് കഴിഞ്ഞാൽ ക്യാരറ്റ്, പിന്നെ കസ്റ്റാർഡിൻ്റെ. നല്ല ടേസ്റ്റാണ് ഈ പുഡിങ് റെഡിയാക്കാനായിട്ട്. അതുപോലെ നല്ല സൂപ്പർ ടേസ്റ്റുമാണ്. അപ്പോൾ ഞാൻ അതിന് മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ചെറി കട്ട് ചെയ്തത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇത് നന്നായി തണുപ്പിച്ചെടുത്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. നന്നായി തണുത്ത് കഴിഞ്ഞാൽ നമുക്കത് പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സിമ്പിളായിട്ടുള്ള ഈ പുഡിങ് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. പാത്രത്തിൽ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പാലിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. പാലെടുക്കുന്നതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഒരു 1/2 കപ്പ് പാലെടുക്കാം. നമ്മളെടുക്കുന്ന ബ്രെഡിനൊക്കെ അനുസരിച്ച് ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് മിൽക്ക് മെയ്ഡാണ്. അത് നമ്മുടെ മധുരത്തിനനുസരിച്ച് ഒരു 3-4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി എടുക്കുക. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് മെയിനായിട്ടുള്ള ഹോർലിക്സ് ആണ്. ഹോർലിക്സ് ഒരു 3 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കാം. 2-3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം, എത്രയായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. നന്നായി ചൂടാക്കിയിട്ട് എടുക്കുക.
ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഇത് തിളച്ച് വന്നതിന് ശേഷം പിന്നെ നമുക്കതൊരു പ്ലേറ്റിലേക്ക് പരന്നൊരു ട്രേയിലേക്കോ പ്ലേറ്റിലേക്കോ മാറ്റാം. ഇതിന് കളർ വന്നിട്ടുള്ളത് നമുക്ക് മെയിനായിട്ടൊരു ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഹാസൽനട്ടിൻ്റെ ടൈഗറിൻ്റെ എസൻസ് ആണിത്. ഇതാണ് നല്ല ഫ്ലേവർ കൊടുക്കുന്നത് ഈ ഒരു കേക്കിന്. അപ്പോൾ കുറച്ച് ക്രീമും കൂടി നമുക്ക് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. ഈ ക്രീമിലേക്ക് ഈ ഹാസൽനട്ടിൻ്റെ എസൻസ് ആക്കി കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ആക്കി എടുക്കണം. ക്രീം നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ഏത് ക്രീം വേണമെങ്കിലും എടുക്കാം. ഇതിന് പ്രത്യേകത ഈ ക്രീമിലെ ഹാസൽനട്ടിൻ്റെ എസൻസ് ആക്കി കൊടുക്കുമ്പോഴാണ് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കൂടുതൽ കിട്ടുന്നത്. കേക്കിന് എടുക്കുന്ന പോലെ നന്നായി സ്റ്റിഫ് ആക്കിയിട്ട് എടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു ട്രേ എടുത്തിട്ടുണ്ട് ഗ്ലാസിൻ്റെ. നമുക്ക് ഏത് ട്രേ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അതിലേക്ക് ബ്രെഡിൻ്റെ സ്ലൈസസ് നമ്മൾ അരികൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുള്ളതാണ്. അത് ഈ പാലിൽ മുക്കിയിട്ട് ഓരോ ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രീം ആക്കി കൊടുക്കുക. ഈ ഹാസൽനട്ടിൻ്റെ എസൻസ് ഉള്ള ആ ഫ്ലേവറുള്ള എസൻസ് തന്നെ ആക്കി കൊടുക്കണം കേട്ടോ. എങ്കിലാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. വേറെ ബിസ്ക്കറ്റ് സ്ട്രോബെറിയുടെ ഒക്കെ ആക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ ആയിരിക്കും കിട്ടുക. ഇതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റും ഫ്ലേവറും ഉണ്ട് കേട്ടോ ഈ ഹാസൽനട്ടിൻ്റെ എസൻസിന്. അപ്പം അത് തന്നെ ആക്കി കൊടുക്കണം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് കേട്ടോ. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. അവർക്ക് തന്നെ ട്രൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. ബ്രെഡ് ഉണ്ടായാൽ മതി, കുറച്ച് പാലും. അപ്പോൾ ഈ ഹോർലിക്സും കൂടി ആവുമ്പോൾ പാലിലാവുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഈ പാലിന് നല്ലൊരു സിറപ്പ് പോലെ നമ്മൾ ഡ്രസ് ലഞ്ചസ് കേക്കൊക്കെ തയ്യാറാക്കുന്ന പോലെയാണിത്. അപ്പോൾ അതേപോലെ നമ്മൾ ഫസ്റ്റ് ലെയർ വെച്ച പോലെ തന്നെ സെക്കൻഡ് ലെയറും വെച്ച് കൊടുക്കുക. ഈ പാലിൽ മുക്കിയിട്ട് തന്നെ ബ്രെഡ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ക്രീം മുകളിലാക്കി കൊടുക്കുക. ഈ ക്രീം നന്നായി സ്റ്റിഫായിട്ട് നമ്മൾ കേക്കിന് ഉപയോഗിക്കുന്ന പോലെ അങ്ങനെ ഒന്നും ആവണമെന്നില്ല. ഇനി നമ്മുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. നട്ട്സും അതുപോലെ കാഷ്യൂസും ഒക്കെ വെച്ചിട്ട്, ബദാമും കാഷ്യൂസും ഒക്കെ വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. പിസ്ത വേണമെങ്കിൽ ഇടാം. ഒക്കെ നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് അങ്ങനെ വേണം ചെയ്യാം. ലെയറിൽ വേണമെങ്കിലും ഈ നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ലെയറിലൊന്നും ഇട്ടിട്ടില്ല, മുകളിൽ മാത്രമാണ് ഇട്ടിട്ടുള്ളൂ. ഞാനിപ്പോൾ ഇത് 3 ലെയർ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് ചോക്ലേറ്റിൻ്റെ സിറപ്പ്. ഇതൊക്കെ ഓപ്ഷണലാണ്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഡയറി മിൽക്ക് ഉണ്ടെങ്കിൽ അതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് ആക്കി കൊടുത്താലും മതി. എന്നിട്ട് പിന്നെ ജസ്റ്റ് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് അങ്ങനെ ആക്കി കൊടുത്താൽ ഒരു ഡിസൈനായിട്ട് വരും. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടൊക്കെ എടുക്കാം. തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാം കുട്ടികൾക്കൊക്കെ. നല്ല ടേസ്റ്റാണ്, ഉറപ്പാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇനി ഇത് നന്നായി ഒന്ന് തണുപ്പിച്ചതിന് ശേഷം, ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ബ്രെഡിൻ്റെ സ്ലൈസ് എടുത്തിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ട് ഇതുപോലെ ചെറുതായി ഒന്ന് നുറുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് 4 പീസായിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഗുഡ് ഡേ ബിസ്ക്കറ്റാണ്. അത് കുറച്ച് മതിയാവും, ഒരു 5-6 മതി. പിന്നെ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഗാർണിഷിങ്ങിനായിട്ട് കുറച്ച് നട്ട്സ് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തേക്കാണ്. അതുപോലെ കുറച്ച് ക്രീം കൂടി വേണം. ചോക്ലേറ്റ് ക്രീമാണിത്. വിപ്പിംഗ് ക്രീമിൽ ചോക്ലേറ്റ് ആക്കിയിട്ടൊന്ന് ബീറ്റാക്കി എടുത്തേക്കാണ്. ഇനി നമുക്കിത് തയ്യാറാക്കാനായിട്ടുള്ള ഗ്ലാസ്സിലോ അല്ലെങ്കിൽ പുഡിങ് സെറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഗ്ലാസ്സിലോ അങ്ങനെ നമുക്ക് ഭംഗിയുള്ള എന്തെങ്കിലും വേണമെങ്കിലും ആക്കാം. എൻ്റെ കയ്യിൽ ഇതാണ് ഉള്ളത്, അപ്പോൾ ഞാൻ ഇതിൽ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്ലാസ് എടുക്കുക. എന്നിട്ട് അതിൽ നമ്മുടെ ബ്രെഡിൻ്റെ സ്ലൈസ് വെച്ചിട്ട് മുകളിലായിട്ട് ആ സോസ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ചോക്ലേറ്റ് മെൽറ്റാക്കി വെച്ചിട്ടുള്ളത്, ഈ ചോക്ലേറ്റ് മെൽറ്റാക്കി വെച്ചിട്ടുള്ളത് 1 ടീസ്പൂൺ ബട്ടറും പിന്നെ അതുപോലെ കുറച്ചൊരു 3 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമും കൂടി, നല്ല ചൂടുള്ള വിപ്പിംഗ് ക്രീമും കൂടി ഒഴിച്ചിട്ടാണ് കേട്ടോ അത് മെൽറ്റാക്കി എടുത്തിട്ടുള്ളത്. ഇനി അതിന് ശേഷം പിന്നെ ഈ ബിസ്ക്കറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. കൈ വെച്ച് തന്നെ പൊട്ടിച്ചെടുത്താൽ മതിയാവും. എന്നിട്ട് അതുകൂടി ഒരു ലെയറാക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ വിപ്പിംഗ് ക്രീം പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടൊന്ന് ആക്കി കൊടുത്തേക്കാണ്. അതും കൂടി ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു ലെയറും കൂടി ഇതേപോലെ നമുക്ക് ബ്രെഡ് വെച്ചിട്ട് തയ്യാറാക്കാം. അങ്ങനെ നമുക്ക് എത്ര ലെയർ വേണമെങ്കിലും തയ്യാറാക്കാം. ഇപ്പം ഞാൻ ഈ ഗ്ലാസ്സിൻ്റെ ഭാഗത്തിനനുസരിച്ചിട്ട് ഒരു 2 ലെയർ മാത്രമാണ് ആക്കി കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഫസ്റ്റ് ലെയർ ചെയ്ത പോലെ തന്നെ നമുക്ക് ഈ സോസ് ഒഴിച്ചിട്ട്, സോസ് അത്യാവശ്യം ലൂസിലാണ് എടുത്തേക്കുന്നത്, അതുകൊണ്ട് തന്നെ ആ ബ്രെഡിൽ നന്നായി ഒന്ന് ഡിപ്പായി കിട്ടും. അതൊഴിച്ചു കൊടുക്കുക. എന്നിട്ട് പിന്നെ മുകളിലായിട്ട് ബിസ്ക്കറ്റും കൂടി വെച്ച് കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ.
എയറൂട്ട് ബിസ്ക്കറ്റൊക്കെ എടുക്കുന്നതിനായിട്ടും ഗുഡ് ഡേ ബിസ്ക്കറ്റ് എടുക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. എന്നിട്ട് അതിൻ്റെ മുകളിലും നമ്മൾ വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ഗ്ലാസ് ഫില്ലായി കിട്ടിയപ്പോൾ എന്നിട്ട് മുകളിലായിട്ടാണ് പിന്നെ ചോപ്പ് ചെയ്തിട്ടുള്ള നട്ട്സ് ഇട്ട് കൊടുക്കുന്നത്. ഈ നട്ട്സ് വേണമെങ്കിൽ നമ്മൾ ലെയറിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ മുകളിൽ മാത്രമാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. എന്നിട്ട് മുകളിൽ അല്പം കൂടി ആ ചോക്ലേറ്റ് ഒന്ന് ആക്കി കൊടുക്കുക, ഒരു ഭംഗിക്ക് മാത്രമായിട്ട്. ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഡെസേർട്ട്, പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഡെസേർട്ട് ഇത് അവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് ആർക്ക് വേണമെങ്കിലും കുട്ടികൾക്ക് വേണമെങ്കിലും റെഡിയാക്കാം. അപ്പോൾ എല്ലാവരും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ആ കമൻസൊക്കെ ഒന്ന് അറിയിക്കാൻ മറക്കരുത്. എൻ്റെ വേഗം തന്നെ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി മെൽറ്റാക്കി എടുക്കണം. നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് മെൽറ്റാക്കി എടുക്കാനായിട്ട്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മെൽറ്റാക്കി എടുക്കുക. അതായപ്പോൾ ഒരു 5 മിനിറ്റോളം ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ടുള്ളതാണ്. എങ്കിലാണ് ഇത് കറക്റ്റായിട്ട് ഈ ഒരു ലെവലിൽ വരുള്ളൂ. ഇനി ഇതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കണം. ബട്ടർ 1 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. നമ്മൾ ഈ ടൈമിലെല്ലാം ഫ്ലെയിം നന്നായി ചെറുതായി ഇട്ടിട്ട് വേണം കൊടുക്കാനായിട്ടും, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കട്ട കുത്തിപ്പോവും. അപ്പോൾ നമുക്ക് ശരിക്കുള്ള കൺസിസ്റ്റൻസിയിൽ കിട്ടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കണം. വിപ്പിംഗ് ക്രീം ഇല്ലെങ്കിൽ ഫ്രഷ് ക്രീം ആയാലും കുഴപ്പമില്ല, രണ്ടായാലും കുഴപ്പമില്ല, ഏത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇപ്പം നമ്മുടെ സോസ് ഇതാ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നുണ്ടാവുക, പക്ഷേ ഇത് നന്നായി തണുത്ത് കഴിയുമ്പോൾ നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ കറക്റ്റായിട്ടുള്ള ആ സോസ് നമുക്ക് കിട്ടും കേട്ടോ. ഇപ്പോൾ അത് സോസ് റെഡി ആയതുകൊണ്ട് ഈ ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് വേറൊരു പാത്രം എടുക്കാം. അതിലേക്ക് 1 കപ്പ് പാലാണിത്. പാല് ഒഴിച്ചു കൊടുക്കുക. നന്നായി എന്നിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ പാലിലേക്ക് ഇനി നമുക്ക് കോഫിയുടെ ഒരു മിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനായിട്ട് കോഫി പൗഡർ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ നെസ്കഫേയുടെ കോഫി പൗഡറാണ് എടുത്തേക്കുന്നത്. അത് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബ്രൂവിൻ്റെ വേണമെങ്കിലും എടുക്കാം, ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എപ്പോഴും ടേസ്റ്റ് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു 4 ടീസ്പൂൺ പഞ്ചസാര മതിയാവും. നമുക്കിത് ബ്രെഡ് ഒന്ന് മുക്കിയെടുക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ ഇത് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായി തിളച്ച് വരട്ടെ. ഇതാണ് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഞാനത് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ പുഡിങ് സെറ്റ് ചെയ്യാനായിട്ടുള്ളത് ബ്രെഡിൻ്റെ കുറച്ച് സ്ലൈസ് വേണം. അതുപോലെ ചോപ്പ് ചെയ്തിട്ടുള്ള കുറച്ച് ബദാമും പിസ്തയും വേണം. നമ്മുടെ കയ്യിൽ ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും എടുക്കാം. കാഷ്യൂ നട്ട്സ് ഉണ്ടെങ്കിൽ കാഷ്യൂ നട്ട്സ് എടുക്കാം. ഇനി നമുക്ക് അതിന് ആവശ്യമായിട്ടുള്ളത് പിന്നെ വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റാക്കി എടുത്തതാണ്. വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ബീറ്റാക്കി എടുത്താലും മതി. പുഡിങ് ആയ കാരണം കൊണ്ട് നമുക്ക് നല്ല സ്റ്റിഫായിട്ടൊന്നും വേണ്ടല്ലോ. ഇപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ബട്ടർ സ്കോച്ച് സോസ് നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ആ ലൂസ് കൺസിസ്റ്റൻസിയൊക്കെ മാറിയിട്ട് തണുത്ത് കഴിഞ്ഞപ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ രീതിയിൽ വേണം കിട്ടാനായിട്ട് കേട്ടോ. ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ ട്രേ ആണ് എടുത്തേക്കുന്നത്. നമ്മുടെ കയ്യിൽ ഉള്ള ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം കേട്ടോ. സ്റ്റീലിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ അതിലായാലും കുഴപ്പമൊന്നുമില്ല. ഒരു റൗണ്ട് ഷേപ്പിൽ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിലുള്ള വേറെ പാത്രം ഉണ്ടെങ്കിൽ അങ്ങനെ ആയാലും എടുക്കാം, ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമ്മുടെ ബ്രെഡിൻ്റെ സ്ലൈസ് ആ പാലിൽ മുക്കിയിട്ട് വെച്ച് കൊടുത്തേക്കാണ്. ആ അടിഭാഗത്ത് ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഗ്യാപ്പില്ലാതെ വെച്ച് കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ സൈഡൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല ബ്രെഡിൻ്റെ. അങ്ങനെ കളഞ്ഞിട്ട് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം, എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. ഞാനത് വെറുതെ കളയണ്ടല്ലോ വെച്ചിട്ട് അങ്ങനെ കളഞ്ഞില്ല. എന്നാലും ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല, നല്ല ടേസ്റ്റിൽ തന്നെ കഴിക്കാം. ഇനി നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രീം ഉണ്ടല്ലോ അത് ആക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും നന്നായി സ്പ്രെഡാക്കി കൊടുക്കുക. ക്രീമിലേക്ക് ഞാൻ അല്പം ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് കൂടി ആക്കിയിട്ടാണ് ഒന്ന് ബീറ്റാക്കി എടുത്തത്. അത് ആക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, വെറുതെ ബീറ്റാക്കി എടുത്താലും മതി. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സും അതുപോലെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള സോസും ഒക്കെ കൂടി ആക്കി കൊടുക്കുകയാണ്.
അപ്പോൾ സോസ് ഒന്ന് നന്നായി ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക, എല്ലാ ഭാഗത്തേക്കും ഒന്നാവുന്ന രീതിയിൽ സ്പ്രെഡാക്കി കൊടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് ലെയറിലാക്കി കുറച്ച് ചോപ്പ് ചെയ്തിട്ടുള്ള നട്ട്സും പിന്നെ കാഷ്യൂസ് ഉണ്ടെങ്കിൽ കാഷ്യൂസ് ഇടാം. ഏത് നട്ട്സ് വേണമെങ്കിലും നമുക്കിതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള നട്ട്സ് ഏത് വേണമെങ്കിലും ഇടാം കേട്ടോ. ഏതിട്ടാലും ടേസ്റ്റാണ്. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ല. ബട്ടർ സ്കോച്ചിൻ്റെ ഈ സോസ് കൂടി ഒഴിക്കുന്ന കാരണം നല്ല കിടിലൻ ടേസ്റ്റ് തന്നെയാണ്. എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം. നല്ല സിമ്പിളായിട്ട് തയ്യാറാക്കാനായിട്ട് പറ്റും എല്ലാവർക്കും. ഇനി നെക്സ്റ്റ് ലെയർ നമുക്ക് വെച്ച് കൊടുക്കാം. ഈ രീതിയിൽ തന്നെ ആ പാലിൻ്റെ മിക്സിലൊന്ന് മുക്കിയതിന് ശേഷം വേണം വെച്ച് കൊടുക്കാനായിട്ട്. അത് മുക്കാതെ വെച്ച് കൊടുക്കരുത്. അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് ആ ബ്രെഡ് അങ്ങനെ ഇരിക്കില്ല. അപ്പോൾ അങ്ങനെ എല്ലാ ഭാഗത്തും ഫില്ലാവുന്ന രീതിയിൽ ആ ബ്രെഡിൻ്റെ സ്ലൈസ് ഫില്ല് ചെയ്ത് കൊടുക്കുക. സെക്കൻഡ് ലെയറും ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഞാൻ എടുത്തിട്ടുള്ള പാല് ഒരു മുക്കാൽ ഭാഗത്തോളം കഴിഞ്ഞിട്ടുണ്ട്. ഒരു അല്പം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അപ്പോൾ ഒരു കപ്പ് പാല് ഈ ഒരു പാത്രത്തിൻ്റെ അളവിലേക്ക് കറക്റ്റാണ് കേട്ടോ. ഇനി അടുത്തതും ഞാൻ ക്രീമാക്കി കൊടുത്തിട്ടുണ്ട്, ഫുള്ളായി കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സോസ് ആക്കി കൊടുക്കുക. എങ്ങനെ വേണമെങ്കിലും ഒന്ന് ആക്കി കൊടുക്കുക മുകളിലത്തെ ലെയറിൽ. എന്നിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. നട്ട്സൊക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. ജെലാറ്റിനോ അതുപോലെ ചൈന ഗ്രാസോ അങ്ങനെയുള്ള ഒന്നും നമുക്ക് ആവശ്യമില്ല. പെട്ടെന്ന് സെറ്റായി കിട്ടും ചെയ്യും. അപ്പോൾ അത് ഞാൻ ഈ രീതിയിലൊക്കെ ഒന്ന് നട്ട്സൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്നതാണ്. മുകളിലായിട്ട് 2-3 ചെറിയും കൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ആർഭാടായി. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ബട്ടർ സ്കോച്ചിൻ്റെ പുഡിങ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി ഇത് 1 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കണം. ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ഒരു അരമണിക്കൂർ നേരത്തോളമൊക്കെ വെച്ച് കഴിഞ്ഞാൽ സെറ്റായി കിട്ടും. പെട്ടെന്ന് തന്നെ അത് സെറ്റാക്കി എടുക്കാനായിട്ട് പറ്റുന്ന ഒരു പുഡിങ്ങാണ്. നമുക്ക് 1 മണിക്കൂറിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. നമുക്ക് കേക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ശരിക്കും ആ ഒരു പീസ് പോലെ തന്നെ കിട്ടും. അപ്പോൾ കുട്ടികളൊക്കെ എങ്ങനെ കേക്ക് വേണമെന്നൊക്കെ പറഞ്ഞ് കരയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഈ രീതിയിലൊക്കെ ഒന്ന് തയ്യാറാക്കി കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യാൻ മറക്കരുത്.